ഹലോ, നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നൈറ്റിയിൽ നിന്ന് നമ്മൾ ടോപ്പ് അടിച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലത്തെ പഴയ നൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ടോപ്പായിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്ത ഒരു നൈറ്റിയാണ്. അവർക്ക് ഇന്ന് നൈറ്റി വേണ്ട, അത് ടോപ്പാക്കിയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ആ ഒരു നൈറ്റിയെ വളരെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടോപ്പാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ സൈഡിൽ ഇതുപോലത്തെ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ നൈറ്റിയിൽ നിന്ന് എങ്ങനെയാണ് ടോപ്പാക്കി ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ പഴയ നൈറ്റി ഉണ്ടെങ്കിൽ ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് നമ്മുടെ കടയിൽ നിന്ന് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്ത നൈറ്റിയാണ്. ഒരു സ്റ്റോൺ നൈറ്റിയാണ്, അതായത് നെക്കിൻ്റെ ഭാഗത്തെല്ലാം സ്റ്റോൺ വർക്കാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഒരു സിബ് ഉണ്ട്. അതുപോലെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് താഴെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് താഴെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നൈറ്റി അവർക്ക് നൈറ്റി ആയിട്ട് വേണ്ട, ടോപ്പായിട്ട് മതി എന്ന് പറഞ്ഞതിൻ്റെ ബേസിൽ നമ്മളിതൊരു ടോപ്പാക്കി മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അടിവശം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ഉണ്ട്. സാധാരണ സ്ലീവൊക്കെ നമ്മുടെ സാധാരണ നോർമൽ സ്ലീവ് തന്നെയാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡൊന്നും പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ചെറിയൊരു പട്ടാ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമ്മളിത് ടോപ്പാക്കി മാറ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സൈഡ് വശത്തെ സ്റ്റിച്ചെല്ലാം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് അയച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിനകത്താണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഷോൾഡറിൻ്റെ റിഗാളിൻ്റെ ഭാഗം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് റിഗാളും കൂടെ ഒന്ന് അയച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് റിഗാളിൻ്റെ ഭാഗം ഓക്കെ ആണെങ്കിൽ റിഗാൾ അയച്ചെടുക്കേണ്ടതില്ല. അപ്പോൾ നമുക്കിവിടെ റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത നൈറ്റി ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇത് റെഡിമെയ്ഡ് ആയതുകൊണ്ട് വലിയ സ്റ്റിച്ച് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കൂടെ കറക്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ സ്ലീവും കൂടെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗം രണ്ടും സ്റ്റിച്ച് ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇനി സാധാരണ നമ്മൾ ചുരിദാറിനൊക്കെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് ഇനി മെഷർമെൻറ്റാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഈ ഷോൾഡറിൻ്റെ ഭാഗം അവർക്ക് റിഗാളിൻ്റെ ഭാഗം കുറച്ച് കൂടുതലായതുകൊണ്ട് റിഗാൾ കുറച്ച് കുറക്കാനുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇറക്കം മാർക്ക് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഷോൾഡറിൽ നിന്നായിരിക്കും നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യാം. പക്ഷേ നമുക്കിവിടെ റിഗാളിൻ്റെ ഭാഗം കുറക്കാനുള്ളത് കൊണ്ട് ഷോൾഡർ ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ച് ചേർന്ന് സ്റ്റിച്ച് കട്ടായി പോകാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് ആ ബാക്കിയുള്ള തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഒന്ന് അതായത് സ്റ്റിച്ചിനെ ചേർന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ റിഗാളിൻ്റെ ഭാഗമൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല. നമുക്കിവിടെ റിഗാൾ കുറക്കാനുണ്ട്. അപ്പം പിന്നെ കൂടാണ്ട് ഈ ഒരു ഷോൾഡർ ഭാഗം കുറച്ചൊന്ന് ചെരിച്ചടിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് വിട്ട് പോകാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആ ഒരു ഭാഗം ചെരിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചെരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് വരിക കേട്ടോ. ഈ ഒരു ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് വരിക. അപ്പം ബാക്കി നമുക്ക് റിഗാളിൻ്റെ ഭാഗം കുറച്ചൊന്ന് ചെറുതായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോൾഡർ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഞാനിവിടെ കസ്റ്റമർ മെഷർമെൻറ്റ് പ്രകാരമാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർക്ക് ഷോൾഡർ വരുന്നത് 7 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടോ കറക്റ്റായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു ലൈൻ കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ലൈനിൽ നിന്ന് ഒരു 7 ഇഞ്ച് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഷോൾഡറിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഷോൾഡർ ആയിട്ട് വരുന്നത്. ഇനി താഴോട്ടേക്ക് റിഗാൾ സാധാരണ ഒരു 7 ഇഞ്ചാണ് വരിക. പക്ഷേ ഇവിടെ റിഗാൾ കുറച്ച് അധികം ഇറക്കമുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 7.5 ഇഞ്ചിന് നേരെയായിട്ടൊരു 7 ഇഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിഗാൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി താഴോട്ടേക്ക് റിഗാൾ എന്ത് ചെയ്യുക, ഒരു 7 ഇഞ്ച് റിഗാൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് താഴോട്ടേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് 7 ഇഞ്ചാണ് റിഗാൾ വേണ്ടത്. പക്ഷേ നമ്മൾ 7 ഇഞ്ച് വരക്കുന്നുണ്ട്, കാരണം നമുക്ക് റിഗാൾ ഓൾറെഡി കുറച്ച് അധികം ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു 7 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് റിഗാളിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് റിഗാൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, 1 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാധാരണ നമ്മൾ കൈക്കുഴി വരക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്ന സമയത്താണോ ഇതുപോലെ ഔട്ടർ ഭാഗത്തേക്കാണ് വരിക. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു തുണി വെച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അറിയത്തില്ല, അത് കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു തുണി വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റ് അതിനകത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ വരുന്നത് ഒരു 11.5 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് 11.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ പീസ് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് മാറ്റി മാർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഒരു 7 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10.5 ഇഞ്ചാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരു ലൈന് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ച് കൊടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഷേപ്പിൻ്റെ ഭാഗം വരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്തോട്ടേക്ക് താഴോട്ടേക്ക് എന്ത് ചെയ്യുക, ഒരു 7 ഇഞ്ചോടെ നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വീതി വേണ്ടത് നമുക്കൊരു 12 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 12 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ 12 ഇഞ്ച് എൻഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് വേണ്ടി നമുക്ക് 1 ഇഞ്ച് വെക്കാം. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ റെഡിമെയ്ഡ് നൈറ്റി, ഈ ഒരു സ്റ്റോൺ നൈറ്റിയുടെ പ്രത്യേകത വെച്ചാൽ തീരെ വിരിവ് കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ വന്നിരിക്കുന്നത്. നിങ്ങൾ സാധാരണ നൈറ്റി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല വിരിവ് കിട്ടും. അതുപോലെ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ ഈ ഒരു സ്റ്റോൺ നൈറ്റി ഇതുപോലത്തെ ഒരു നൈറ്റി ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ടേക്ക് നമുക്ക് ഇറക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചുരിദാറിൻ്റെ ടോട്ടൽ ഇറക്കം 44 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, തയ്യൽ തുമ്പടക്കം കൂട്ടി നമ്മൾ 45.5 ഇഞ്ച് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ 45 ഇഞ്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തു. അതുപോലെ നേരെ ഓപ്പോസിറ്റ് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് 45 ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് നമുക്ക് കൂട്ടിയിരുന്ന ഷോൾഡറിൻ്റെ ഭാഗം അതുപോലെ അടിവശം മടക്കി അടിക്കാനുള്ളതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 45 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ആ ഒരു 2 പോയിൻറ്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. ഉണ്ടോ, ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടിവശത്ത് നമുക്ക് വിരിവ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ലിറ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തല്ലോ 12 ഇഞ്ച്, ആ ഒരു 12 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് നമുക്ക് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഉണ്ടല്ലോ, 12 ഇഞ്ചാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 12 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലിറ്റഡ് ചുരിദാറാണ് ചെയ്യുന്നത്. പക്ഷേ 12 ഇഞ്ച് ഇതുപോലെയാണ് വരിക. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വിരിവ് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. 12 ഇഞ്ച് ഇതുപോലെയാണ് വരിക. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു ഇഞ്ചൂടെ പുറത്തോട്ടേക്ക് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് പുറത്തോട്ടേക്ക് മാറ്റിയിട്ടാണ് അടിവശത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്ലിറ്റഡ് ചുരിദാറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്ലിറ്റ് അടിക്കാനുള്ള ഭാഗത്തേക്ക് നമുക്ക് പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടിവശം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൻഡിൽ നമുക്ക് 1 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കർവ് വരച്ചു കൊടുക്കുക. നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ സൈഡ് ഞാണ്ട് പോകുന്ന പ്രശ്നം ഇല്ലാണ്ടാവുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടിവശം മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇനി ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിവശം കട്ട് ചെയ്തു. ഇനി സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ഓക്കെ, ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പീസ് വെച്ച് കൊടുക്കണം. കാരണം നമുക്കിവിടെ തയ്യൽ തുമ്പില്ല. നമുക്ക് സ്ലിറ്റ് അടിക്കാൻ നമുക്ക് 1 ഇഞ്ചോളം നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു തുണി നമുക്ക് ഈ ഒരു അടിവശത്ത് കട്ട് ചെയ്ത തുണിയിൽ നിന്ന് നമുക്ക് പീസ് കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഭാഗത്ത് ജോയിൻ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ സാധാരണ നൈറ്റിയിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ ഒരു നൈറ്റി പറയുമ്പോൾ അവർക്ക് സ്ലീവ് അത്യാവശ്യം ലെങ്ത്ത് കൂടുതൽ കിട്ടണം എന്നുള്ളതുകൊണ്ട് അവർ വിരിവ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നൈറ്റി ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരു മോഡൽ നൈറ്റി ആയിരുന്നു ഇത്, സ്റ്റോൺ നൈറ്റി. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ പീസ് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നോർമൽ നൈറ്റിക്കൊക്കെ അത്യാവശ്യം വിരിവുണ്ടാവും അടിവശം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതുപോലെ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനടുത്ത് അടിവശത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 4 പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിറ്റിന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു 2.5 ഇഞ്ച് വീതിയിൽ നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു 4 പീസ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സൈഡിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു 4 പീസ് നമുക്ക് ഈ ഒരു എൻഡിലായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വരാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ 4 പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു റിഗാളിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ചെറിയൊരു പീസ് വേണമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പഴയ റിഗാൾ ഇതുപോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ റിഗാളിന് മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തോട്ടേക്കല്ലേ പോയത്. അപ്പോൾ ആ ഒരു ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു പീസ് കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റിഗാൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിട്ട് 11.5 ഇഞ്ചായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു 11.5 ഇഞ്ച് ചെസ്റ്റ് ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെസ്റ്റ് ഭാഗം 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ട് വെച്ച പീസിനകത്തേക്കാണ് ഇതുപോലെ മെഷർമെൻറ്റ് വരിക കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്ക് ചെറിയൊരു പീസായിട്ട് നമുക്ക് വെച്ചത് കറക്റ്റായിട്ട് അതിനകത്ത് മെഷർമെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സൈഡിൽ മെഷർമെൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിഗാൾ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് സീം അലവൻസ് ആണ്. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് ഇത് നമ്മുടെ ഇപ്പം വരച്ച മാർക്കല്ല, നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് കേട്ടോ.
ഇനി നമുക്ക് അടുത്തതായിട്ടാണ് നമുക്ക് സീം അലവൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ടി കൂട്ടി മാർക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടി കൂട്ടി വരക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഇത്രയും കട്ടി കൂട്ടി വരച്ചാൽ തുണിക്കകത്ത് മെഷർമെൻ്റ് എല്ലാം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം കട്ടി കൂട്ടി വരക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 1.5 ഇഞ്ച് വെച്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് 1 ഇഞ്ച് മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് മാത്രം 1 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തിൽ നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം എപ്പോഴും തയ്യൽ തുമ്പ് നമുക്ക് 1 ഇഞ്ച് മതിയാവും. എന്നാലേ കറക്റ്റായിട്ട് സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ വെക്കരുത്. അപ്പം അതുപോലെ ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ മെഷർമെൻറ്റ് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വിരൽ വെച്ച് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ താഴോട്ടേക്ക് മെഷർമെൻറ്റ് ഇതുപോലെ 2 തുണി പൊക്കി വെച്ച് കൊടുത്ത് നമ്മൾ താഴോട്ടേക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഔട്ടർ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഔട്ടർ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റിഗാളിൻ്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സാധാരണ ചുരിദാറിന് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ. നമ്മൾ തുണി മടക്കിയിടുന്നതിന് പകരം നമ്മൾ നൈറ്റി മടക്കിയിട്ട് നമ്മൾ മെഷർമെൻ്റ് എല്ലാം അതിനകത്ത് മാർക്ക് ചെയ്തത് മാത്രം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു റിഗാളിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് പാർട്ട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഷോൾഡർ ഒന്ന് ചെരിച്ചടിച്ചു കൊടുക്കുക. അതിനുശേഷം റിഗാളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മുടെ ഈ മെഷർമെൻറ്റ് പ്രകാരം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത സ്ലീവ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു സ്ലീവിൻ്റെ നമ്മൾ ആ റിഗാളിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് നിങ്ങൾ ഉണ്ടോ ഇതുപോലത്തെ ഷേപ്പിലാണ് അവർ റിഗാൾ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റിഗാളിൻ്റെ ഭാഗം കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കർവാക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു അളവ് പ്രകാരം നമുക്ക് ഇത് വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് നൈറ്റി റെഡിമെയ്ഡ് നൈറ്റി ആകുമ്പോൾ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ അതുപോലെ ഷേപ്പാക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിഗാൾ നമുക്ക് ചുരിദാറിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് ബാക്കി മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു പട്ട ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ നമ്മൾ താഴെ കട്ട് ചെയ്ത് ആ ഒരു ഡിസൈനുള്ള പീസാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ സാധാ നൈറ്റി ലുക്കിൽ നിന്നൊന്ന് ടോപ്പ് ലുക്കിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഡിസൈൻ കൂടെ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 സ്ലീവ് നമ്മൾ ഇതുപോലെ എൻഡ് വശത്ത് ഒരു പട്ട ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് സ്ലീവിൽ മെഷർമെൻറ്റും കാര്യങ്ങളും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവിന് മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു നൈറ്റിനെ മെഷർമെൻറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻറ്റ് താഴത്തെ തുണിയിലേക്ക് ഇതുപോലെ വിരൽ വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിങ് കൂടെ ചെയ്താൽ നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പോയിൻ്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു കറക്റ്റായിട്ട് ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ ഇതുപോലെ 2 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ. താഴെ തുണിയിലും നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗം വരെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ മെഷർമെൻറ്റ് പ്രകാരം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡ് വശമെല്ലാം നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റ് പ്രകാരം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ പീസ് വെച്ച് വാങ്ങണ്ടോ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ലിറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുണി തികയാത്ത പ്രശ്നമൊന്നുമില്ല. നമ്മളിത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഇത് തുണി തയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ പീസ് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾ സാധാരണ നോർമൽ നൈറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് പീസ് അവിടെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതുപോലെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടൊരു ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് കാണിച്ചു തരാം. സ്ലീവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഒരു പട്ട ഡിസൈൻ നമ്മൾ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കൂടാണ്ട് തന്നെ നമ്മൾ ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു ജോയിൻറ്റ് കൊടുത്ത ഫീലേ അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ സിബ് ഒഴിവാക്കിയിട്ട് സിബിൻ്റെ ഭാഗത്തേക്ക് ഒരു പട്ട വെച്ച് ഇതുപോലെ ഒന്ന് ചതുരത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സിബിൻ്റെ ഭാഗം കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റിക്കകത്ത് സിബ് ഉണ്ടായിരുന്നു, ആ സിബ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ പ്ലെയിൻ ആക്കി എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്റ്റോൺ വർക്ക് കൂടെ വരുമ്പോൾ നല്ലൊരു അടിപൊളി ടോപ്പിൻ്റെ ലുക്കിലേക്ക് നമുക്ക് ഈ ഒരു നൈറ്റി കിട്ടിയിട്ടുണ്ട്. അടിവശം നോക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഡിസൈനോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം
നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ജോയിൻറ്റ് കൊടുത്തതൊന്നും അറിയാത്ത രീതിയിലുണ്ടോ ഉള്ളിലേക്ക് പോകും. അപ്പോൾ റിഗാലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പുറത്തോട്ടേക്ക് കാണണമെന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. അത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ തന്നെ കാണും. ചെറിയൊരു പീസായിട്ട് കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് അത് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ നൈറ്റിയിൽ നിന്ന് ടോപ്പാക്കിയാൽ തോന്നാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടിവശത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. പ്ലെയിൻ ആയതുകൊണ്ട് നല്ലൊരു വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്ലീവിന് രണ്ടെണ്ണിലും ചെറിയ പട്ട ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവില്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.